ഗൈസ്, നമ്മുടെയൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ ചില ആളുകൾ ഉണ്ടാവില്ലേ, അവർ നമ്മളെപ്പോലെ നന്നായി കളിച്ച് പഠിക്കൊന്നും ചെയ്യാതെ നടക്കും. എന്നാൽ എക്സാം എടുക്കുമ്പോൾ വളരെ കുറച്ച് ദിവസം കൊണ്ട് പഠിച്ച് നല്ല മാർക്കിലേക്ക്, ടോപ്പ് മാർക്കിലേക്ക് എത്തിപ്പെടുന്ന ചില ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ഇവർ ഇത്രയും ദിവസം നമ്മളെപ്പോലെ കളിച്ച് നടന്നിട്ടും വളരെ കുറച്ച് ദിവസം കൊണ്ട് ഈ ഉയർന്ന മാർക്കിലേക്ക് എത്തിപ്പെടുന്നതെന്ന്? ഇതിൻ്റെ പിന്നിലുള്ള ഐഡിയ വളരെ സിമ്പിളാണ്. ഞാനും +2 പഠിക്കുന്ന കാലത്ത്, ഹയർ സെക്കൻഡറി പഠിക്കുന്ന കാലത്ത് എനിക്കിത് അറിയില്ലായിരുന്നു. ബട്ട് വൺസ് ഐ സ്റ്റാർട്ടഡ് MBBS, ഞാൻ MBBS പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് എങ്ങനെയാണ് കുറച്ച് ദിവസം കൊണ്ട് പഠിച്ച് നല്ല മാർക്കിലേക്ക് എത്തിപ്പെടാൻ പറ്റുക എന്നുള്ളൊരു ഐഡിയ ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം MBBSന് നമുക്ക് ഒരുപാട് കട്ടിയുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ ഒരുപാട് പഠിക്കാനുണ്ടാവും. അപ്പോൾ ഇത് മൊത്തം പഠിച്ച് തീരാന്നൊക്കെ ഉള്ളത് ഇറ്റ്സ് നോട്ട് ഈവൻ പോസിബിൾ, നടക്കുന്ന കാര്യമില്ല. അപ്പോൾ ആ ഒരു സമയത്താണ് എങ്ങനെയാണ് ഈ മാർക്ക് ഗെയിൻ ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഐഡിയ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നോക്കൂ, നമ്മളൊരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ആ ചാപ്റ്റർ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ടാവും. എന്നാൽ എക്സാമിന് അത് മൊത്തമൊന്നും ചോദിക്കില്ല. അതിലെ ചില പോർഷൻസ്, സ്ഥിരമായിട്ട് ചോദ്യം വരുന്ന ചില പോർഷൻസ്, ചില ഭാഗങ്ങൾ, എക്സാമിനേഴ്സിൻ്റെ ചില ഹോട്ട് ടോപ്പിക്സ് ഉണ്ട്, സ്ഥിരം ചോദ്യം വരുന്ന ഭാഗങ്ങൾ. അത്തരം ഭാഗങ്ങളെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും എക്സാമിന് മുഴുവൻ മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ടുള്ളൊരു അനാലിസിസ് നടത്തുക. ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവുക എന്നുള്ളതാണ്. മക്കളെ, എനിക്കറിയാം ഹയർ സെക്കൻഡറി കുട്ടികൾ സ്ഥിരമായിട്ട് നമുക്ക് മെസ്സേജ് അയക്കുന്ന, സാറേ +1 വളരെ സ്പീഡിൽ തീർന്നു പോയി, ക്ലാസ്സൊക്കെ തുടങ്ങാൻ കുറച്ചൊക്കെ ലേറ്റ് ആയിരുന്നു, അപ്പോൾ കാര്യമായിട്ടൊന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ല, പക്ഷേ ഇപ്പോൾ പേടിയാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. മക്കളെ, സോളജിയുടെ കേസിൽ മാത്രമല്ല, ഏതൊരു സബ്ജക്റ്റിൻ്റെ കേസിലാണെങ്കിലും നിങ്ങൾ ആ സബ്ജക്റ്റ് മൊത്തം പഠിക്കുക, അതിലെ ടെക്സ്റ്റ് ബുക്ക് മൊത്തം പഠിക്കുക, അല്ലെങ്കിൽ അതിലെ മൊത്തം കാര്യങ്ങൾ അറിയാം. നോ, അതൊന്നും ആവശ്യമില്ല. അത് പഠിച്ചാൽ വളരെ നല്ലതാണ് കേട്ടോ, ഇറ്റ്സ് ഗുഡ്. ഓക്കെ, നമുക്ക് എൻട്രൻസിലൊക്കെയാണ് വി നീഡ് ദാറ്റ്, നമുക്ക് മൊത്തത്തിൽ ആവശ്യമാണ്. എന്നാൽ കേരള ബോർഡ് എക്സാമിന് ചില ഭാഗങ്ങളെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആൻഡ് ഗൈസ്, ഇൻ ദിസ് വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോളജി വെയിറ്റേജ് ആണ്. വെയിറ്റേജ് മാത്രമല്ല, വെയിറ്റേജ് എന്ന് പറയുമ്പോൾ ഓരോ ചാപ്റ്ററിനും എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നുള്ളതാണ്. അത് മാത്രമല്ല, ഓരോ പോർഷൻസിൽ നിന്നും ഏതൊക്കെയാണ് ചോദിക്കാൻ സാധ്യതയുള്ളതെന്ന് കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കഴിഞ്ഞ 15 വർഷക്കാലത്തെ കേരളത്തിലെ മുഴുവൻ എക്സാമുകൾ അനലൈസ് ചെയ്ത് ഏതൊക്കെയാണ്, എവിടെ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് എന്നുള്ള കൃത്യമായ റിസർച്ചിന് ശേഷമാണ് നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. സോ ആദ്യം തന്നെ നോക്കൂ, ഏത് പോർഷൻ വരെയാണ് നമുക്ക് ക്രിസ്മസ് എക്സാമിന് ചോദ്യം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോക്കൂ, ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ് വരെയുള്ള ഭാഗത്തു നിന്നാണ് നമുക്ക് ഈ ക്രിസ്മസ് എക്സാമിന് ചോദ്യം വരിക. അത് ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ് മൊത്തം ഇല്ല കേട്ടോ. ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റിൽ മസിൽ കൺട്രാക്ഷൻ്റെ മെക്കാനിസം വരെയുള്ള ഭാഗമാണ് നമുക്ക് ഈ ഒരു സെക്കൻഡ് ടേം എക്സാമിന് നമുക്ക് വരുന്നത്. അപ്പോൾ ഇത് നോക്കണ്ട, ഇത് നിങ്ങളെ കേരള ബോർഡ് എക്സാമിൻ്റെ മാർക്കാണ്. ഇത് ഈ ഒരു ക്രിസ്മസ് എക്സാമിൻ്റെതല്ല. ക്രിസ്മസ് എക്സാമിന് നമുക്ക് വരുന്ന പോർഷൻ എന്ന് പറയുന്നത് ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ് വരെയുള്ള ഭാഗമാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നോക്കൂ, ഇത് നമ്മുടെ ലോക്കോമോഷൻ വരെയുള്ള ചാപ്റ്റേഴ്സിൽ നിന്ന് ഓരോ വർഷവും 2017 മുതൽ ഓരോ വർഷവും ക്രിസ്മസ് എക്സാമിന് എത്ര മാർക്കിന് ചോദ്യം ചോദിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ഒരു അനാലിസിസ് ആണ്. നിങ്ങൾക്ക് വേണ്ട ആളുകൾക്ക് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് അനലൈസ് ചെയ്യാം. പക്ഷേ ഞാനിതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. നമുക്ക് ഓരോ ചാപ്റ്റർ നോക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഓരോ ചാപ്റ്ററിനും മുൻ വർഷങ്ങളിൽ എത്ര വരെ ചോദ്യങ്ങൾ, എത്ര മാർക്കിന് വരെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്യാം. നോക്കൂ, ആദ്യം തന്നെ ലിവിങ് വേൾഡ് വളരെ സിമ്പിളായുള്ള ചാപ്റ്ററാണ്. വളരെ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളൂ. നോക്കൂ, 3 ടോപ്പിക്സേ പഠിക്കാനുള്ളൂ. ഒന്ന് ടാക്സോണമിക്കൽ ഹെയറാർക്കി. അതെന്നാ സംഭവം? ഒന്നും ഇല്ലടാ, കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. അതാണ് ഈ ഹെയറാർക്കി എന്ന് പറയുന്നത്. കൃത്യമായ ഓർഡറിൽ ടാക്സോണമിക്കൽ കാറ്റഗറികൾ അറേഞ്ച് ചെയ്യാം. രണ്ടാമത് റൂൾസ് ഓഫ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. ബൈനോമിയൽ നോമൻക്ലേച്ചറിൻ്റെ ഒരു 5 റൂളുകൾ NCERTയിലുണ്ട്. ഏറ്റവും മിനിമം 4 റൂളെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കണം. അത്രയേ ഉള്ളൂ. അടുത്തത് ടാക്സോണമിക്കൽ കാറ്റഗറീസ് ഓഫ് സം പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. NCERTയിലെ ടേബിൾ 1.1, ആ ഒരു ടേബിൾ മസ്റ്റായിട്ട് പഠിക്കണം. ഇത്രയും കാര്യങ്ങളെ നിങ്ങൾ ഇതിനകത്തുനിന്ന് പഠിക്കേണ്ടതായിട്ടുള്ള എക്സാമിന്. ഓക്കെ, ഇതിൽ നിന്ന് 2 മുതൽ 4 മാർക്കിന് മുൻ വർഷങ്ങളിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യേണ്ട 3 ടോപ്പിക്സ് അല്ലേ, ഈ ഒരു ടേബിൾ ആൻഡ് ഞാൻ പറഞ്ഞ ഈ റൂൾസ് ആൻഡ് ആ ഹെയറാർക്കിയുടെ ഓർഡർ, അത്ര പഠിച്ചാൽ മതി. ആൻഡ് വി ആർ ഗോയിങ് ടു ദ സെക്കൻഡ് ചാപ്റ്റർ. ഏറ്റവും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന, അല്ലേ, ചില ആളുകൾക്കൊക്കെ സോളജി മടുപ്പിക്കുന്ന ചാപ്റ്ററാണ്. ബട്ട് ഇൻഫാക്ട് നിങ്ങൾ എൻ്റെ പ്രീവിയസ്
പ്രീവിയസ് വീഡിയോസ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ചാപ്റ്ററിൻ്റെ ലൈവ് വീഡിയോസ് ഞാൻ എടുത്തതുണ്ട്. എനിക്കൊന്ന് 2.5 മണിക്കൂർ കൊണ്ടൊക്കെ ഈ ചാപ്റ്റർ മുഴുവൻ ഞാൻ പഠിപ്പിച്ചു തീർത്ത വീഡിയോസ് അവൈലബിൾ ആണ് യൂട്യൂബിനകത്ത്. യു ക്യാൻ വാച്ച് ദാറ്റ്. വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ് കേട്ടോ. നമ്മൾ കൃത്യമായി ഒരു ഓർഡറിൽ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ. നോക്കൂ, ഇതിനകത്ത് 8 ടോപ്പിക്സ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. ഇതാണ് ഏറ്റവും വലിയ ചാപ്റ്റർ. ഇതിലൊരു വെയിറ്റേജ് നോക്ക്, 6 മുതൽ 17 മാർക്കിന് ഇതിനകത്തുനിന്ന് പല വർഷങ്ങളിലായി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 17 മാർക്ക് എന്ന് കാണുമ്പോൾ ദൈവം ഇത്രയധികം മാർക്കിന് ചോദ്യം വരുമെന്ന് തെറ്റിദ്ധരിക്കേണ്ട. ഇത് ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാകില്ല ഒരു പക്ഷേ. സാധാരണ നമ്മളോട് +1 എക്സാമുകൾക്ക്, നമ്മുടെ ബോർഡ് എക്സാം ടൈപ്പ് ഗവൺമെൻറ് നടത്തുന്ന എക്സാമുകൾക്കൊക്കെ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഓക്കെ, 5 ചോദ്യം തരും, അതിൽ 3 എഴുതുക, 3 തരും, അതിൽ 2 എഴുതുക, 2 തരും, അതിൽ 1 എഴുതുക. ഇങ്ങനെ ഓപ്ഷണൽ ആയിട്ടാണ് ചോദ്യം ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇത്ര അധികം മാർക്ക് വരുന്നത്. എനിവേ 6 മുതൽ 17 മാർക്കിന് നമ്മൾ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. നോക്കൂ, ഇതിനകത്ത് 8 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്ന്, ബേസിസ് ഓഫ് ആനിമൽ ക്ലാസിഫിക്കേഷൻ. ആനിമൽസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാനുള്ള ചില 6 ബേസിസുകൾ ഉപയോഗിച്ചിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. അതായത് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, സിമ്മെട്രി, എംബ്രിയോണിക് ലെയേഴ്സ്, പ്രസൻസ് ഓഫ് സീലം, സെഗ്മെൻറ്റേഷൻ, നോട്ടോകോഡ്, ഇങ്ങനെ 6 ബേസിസുകളുണ്ട്. അതിനെക്കുറിച്ചുള്ള സിമ്പിളായിട്ടുള്ള ഓരോന്നും എന്താണെന്ന് ചോദിക്കുന്ന കോൺസെപ്റ്റുകൾ ബേസ് ചെയ്തുള്ള ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കാം. അടുത്താണ് റീസൺ ഫോർ നെയിമിംഗ് ഓഫ് ഈച്ച് ഫൈലം. ആനിമൽ കിങ്ഡത്തിലെ 11 ഫൈലങ്ങൾ. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ ബേസിസ് പഠിക്കുക. 6 ബേസിസ് കേട്ടോ. ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, സിമ്മെട്രി, എംബ്രിയോണിക് ലെയേഴ്സ്, പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് സീലോം, സെഗ്മെന്റേഷൻ, നോട്ടോകോഡ്, ഇങ്ങനെ 6 ബേസിസ് ഉണ്ട്. അത് ഓരോന്നും എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതിനുശേഷം 11 ഫൈലങ്ങൾ നിങ്ങൾ പഠിക്കുക. 11 ഫൈലങ്ങളുടെ പേര് മാത്രം പഠിക്കുക. പേര് പഠിച്ചു കഴിഞ്ഞാൽ റീസൺ ഫോർ നെയിമിംഗ് ഓഫ് ഈച്ച് ഫൈലം, ഓരോ ഫൈലത്തിനും പേര് വരാനുള്ള കാരണം, ഇത് ഇതേ രീതിയിൽ 3 മാർക്കിന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. 6 ഫൈലങ്ങളുടെ പേര് തന്നിട്ട് ഈ ഫൈലങ്ങൾക്ക് ഈ പേര് വരാനുള്ള കാരണം എന്താണെന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് പോറിഫറക്ക് പേര് വരാനുള്ള കാരണം പോറുകൾ, ഓട്ടയുള്ളത് കൊണ്ടാണ്. അവരിൽ ഒസ്റ്റിയം എന്ന് പറയുന്ന ഓട്ടകൾ ഉള്ളത് കൊണ്ടാണ്. സീലിൻഡ്രേറ്റ, സിലിണ്ട്രിക്കൽ ബോഡി ഉള്ളത് കൊണ്ടാണ്. ദെൻ ടീനോഫോറക്ക് കോംബ് ജെല്ലീസ് എന്നുള്ള പേര് വന്നിട്ടുണ്ട് ഡ്യൂ ടു കോംബ് പ്ലേറ്റ്സ്. ദെൻ നിഡേറിയ എന്ന് പേര്, സിലിൻഡ്രറ്റിക്കിന് നിഡേറിയ എന്ന് പേര് വരാനുള്ള കാരണം നിഡോബ്ലാസ്റ്റിൻ്റെ പ്രസൻസ് ആണ്. സോ ലൈക്ക് റീസൺ ഫോർ നെയിമിങ് നമ്മളോട് ചോദിക്കും. അടുത്തതാണ്, ഓരോ ഫൈലത്തിൻ്റെയും സ്പെഷ്യൽ ഫീച്ചേഴ്സ് നിങ്ങൾ അറിയണം. ഓരോ ഫൈലത്തിനും, ഇപ്പോൾ ഉദാഹരണത്തിന് പോറിഫറയുടെ സ്പെഷ്യൽ ഫീച്ചറാണ് വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം. സീലിൻഡ്രേറ്റയുടെ സ്പെഷ്യൽ ഫീച്ചറാണ് നിഡോബ്ലാസ്റ്റ് ഓർ നിഡോസൈറ്റിൻ്റെ പ്രസൻസ്. ടീനോഫോറയുടെ സ്പെഷ്യൽ ഫീച്ചറാണ് ഒന്ന് ബയോലൂമിനസെൻസ്. അതുപോലെ കോംബ് പ്ലേറ്റിൻ്റെ പ്രസൻസ് ഒക്കെ അയാളുടെ സ്പെഷ്യൽ ഫീച്ചറാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ഓരോ ഫൈലത്തിനും ഒരു സ്പെഷ്യൽ ഫീച്ചർ ഉണ്ടാവും. യു ജസ്റ്റ് സ്റ്റഡി ദാറ്റ്. ആ സ്പെഷ്യൽ ഫീച്ചർ മാത്രം പഠിച്ചാൽ മതി. ദെൻ ഓരോ ഫൈലത്തിൻ്റെയും എക്സ്ക്രീറ്ററി സ്ട്രക്ചർ എന്താണെന്നുള്ളത് നിങ്ങൾ പഠിക്കണം. ഓരോ ഫൈലത്തിൻ്റെയും എക്സ്ക്രീറ്ററി സ്ട്രക്ചർ. ഇപ്പോൾ പ്ലാറ്റി ഹെൽമിന്തസ് മുതലാണ് നിങ്ങൾക്ക് എക്സ്ക്രീറ്ററി സ്ട്രക്ചർ പഠിക്കാനുള്ളത്. പ്ലാറ്റി ഹെൽമിന്തസിൻ്റെത് ഫ്ലെയിം സെല്ലാണ്, ആഷ്കൽമിന്തസിൻ്റെത് എക്സ്ക്രീറ്ററി ട്യൂബാണ്, അനലിയുടേത് നെഫ്രീഡിയയാണ്, ആർത്രോപോഡയുടേത് മാൽപീജിയൻ ട്യൂബ്യൂളാണ്. ഓക്കെ, മൊളസ്കയുടേത് ഗിൽസ് തന്നെയാണ്. അങ്ങനെ ഓരോരുത്തരുടെയും എക്സ്ക്രീറ്ററി സ്ട്രക്ചർ എന്താണെന്ന് പഠിക്കുക. അത് കഴിഞ്ഞാൽ റെസ്പിറേറ്ററി ഓർഗൻസ്. നോക്കൂ, ആർത്രോപോഡ മുതലുള്ള ജീവികൾക്കാണ് റെസ്പിറേറ്ററി ഓർഗൻ ഉള്ളത്. ആ റെസ്പിറേറ്ററി ഓർഗൻസിൻ്റെ പേര് ജസ്റ്റ് ഇതൊക്കെ സിംഗിൾ വേർഡുകളാണ്. നിങ്ങൾ പഠിക്കുന്നതൊക്കെ വലിയ എന്തോ സെൻറ്റൻസ് ഒന്നുമല്ല, വേർഡുകൾ, സിംഗിൾ വേർഡുകളാണ് ഇതിനകത്തുള്ളത്. പിന്നെ മസ്റ്റായിട്ട് എനിക്കൊന്നും ചെയ്യാനില്ലാത്ത കാര്യമാണ് ഓരോ ഫൈലത്തിൻ്റെയും എക്സാമ്പിൾസ് മുഴുവൻ പഠിക്കണം. എനിക്കറിയാം ഒരുപാട് എക്സാമ്പിൾസ് ഇതിനകത്തുണ്ടല്ലേ ഓരോ ഫൈലത്തിലും. പക്ഷേ പേടിക്കണ്ടോ, ഈ എക്സാമ്പിൾ പഠിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് കോഡുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എൻ്റെ ലൈവ് നോക്കിക്കഴിഞ്ഞാൽ കോഡുകൾ കിട്ടും. കോഡുകൾ വെച്ച് എക്സാമ്പിൾ പഠിക്കാം. അത് കഴിഞ്ഞാൽ നമ്മുടെ 11 ഫൈലങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം തീർന്നു. പിന്നെ നമ്മൾ കോർഡേറ്റയിലേക്കാണ് വരുന്നത്. അവിടെ ക്ലാസിഫിക്കേഷൻ ഓഫ് കോർഡേറ്റയെ നമ്മൾ നോക്കൂ 3 സബ് ഫൈലങ്ങളായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് വിത്ത് എക്സാമ്പിൾസ്. എക്സാമ്പിൾ അടക്കം ആ 3 സബ് ഫൈലങ്ങളുടെയും പേര് പഠിക്കുക. അത് കഴിഞ്ഞാൽ കോർഡേറ്റയിൽപ്പെട്ട ഒരു സബ് ഫൈലമാണ് വെർട്ടിബ്രേറ്റ. നമ്മൾ 3 സബ് ഫൈലമാക്കുന്നുണ്ട് കോർഡേറ്റനെ. അതിൽപ്പെട്ടൊരു സബ് ഫൈലാണ് വെർട്ടിബ്രേറ്റ. ആ വെർട്ടിബ്രേറ്റയെ പിന്നെ ഒരുപാട് ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കണം. ആ ഓരോ ഗ്രൂപ്പിൻ്റെയും എക്സാമ്പിൾസും പഠിക്കണം. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് മസ്റ്റായിട്ട് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഡിഫറൻസസ് ബിറ്റ്വീൻ ബോണി ഫിഷ് ആൻഡ് കാർട്ടിലേജിനസ് ഫിഷ്. ബോണി ഫിഷും കാർട്ടിലേജിനസ് ഫിഷും തമ്മിലുള്ള ഒരു 4 വ്യത്യാസം സ്ഥിരം ചോദ്യമായിട്ട് ചോദിക്കുന്നതാണ്. മൊത്തം പഠിക്കേണ്ട 4 വ്യത്യാസം നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം വിത്ത് എക്സാമ്പിൾസ്. അതിൻ്റെ എക്സാമ്പിൾസും അറിയണം. ഇതിനൊക്കെ കോഡുകൾ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് വെർട്ടിബ്രേറ്റ് NCERT തന്നെ ഒരു ഡയഗ്രമായിട്ട് അവർ കൊടുത്തിട്ട് ആ ഡയഗ്രം അതുപോലെ പഠിക്കുക കേട്ടോ. പിന്നെ അവസാനത്താണ് കുട്ടികളെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ്
ആംഫീബിയ ടു മമേലിയ, അതായത് ആംഫീബിയ, റെപ്റ്റീലിയ, ഏവ്സ് അല്ലെങ്കിൽ ബേർഡ്സ്, മാമൽസ്, ഇത്രയും ആളുകളുടെ സ്പെഷ്യൽ ഫീച്ചേഴ്സ്. മൊത്തം കാര്യം ഒന്നും പഠിക്കണ്ട, സ്പെഷ്യൽ ഫീച്ചേഴ്സ്, എക്സാമ്പിൾസ് കേട്ടോ, വിത്ത് എക്സാമ്പിൾസ് മസ്റ്റാണ്. എടാ ഇതാണ് ഏറ്റവും വലിയ ചാപ്റ്റർ, ഇതിനകത്ത് മാത്രമേ ഇത്ര അധികം കാര്യങ്ങളുള്ളൂ. അപ്പോൾ അത് എക്സാമ്പിൾസ് കോഡുകളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ട് ആ കോഡുകൾ ഉപയോഗിച്ച് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വലിയ ചാപ്റ്റർ, അതിൽ ഞാൻ പറഞ്ഞു സ്പെസിഫിക് ആയിട്ട് എന്താണ് പഠിക്കേണ്ടതെന്ന്. അത് ആ രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ്. നോക്കൂ, ഇത് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നും കാര്യമായിട്ട് അനലൈസ് ചെയ്യാൻ കിട്ടാത്തൊരു ചാപ്റ്റർ ആട്ടോ. കാരണം പണ്ടൊക്കെ ഇതിനകത്ത് ഒരുപാട് കാര്യം ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് ആകെ നമ്മുടെ ഫ്രോഗ് മച്ചാനെ കുറിച്ച് മാത്രമേ ഇതിനകത്ത് പഠിക്കാനുള്ളൂ അല്ലേ. ബട്ട് സ്റ്റിൽ നിങ്ങൾ മോർഫോളജി ഓഫ് ഫ്രോഗിൻ്റെ മോർഫോളജി ഏകദേശം സിമ്പിളായിട്ട്, അതായത് മെയിലിനെയും ഫീമെയിലിനെയും എങ്ങനെ തിരിച്ചറിയാൻ പറ്റും, രണ്ട് വ്യത്യാസമേ ഉള്ളൂ മെയിലും ഫീമെയിലും തമ്മിൽ, ആ ഒരു കാര്യം പഠിക്കുക. പിന്നെ ഇവർക്ക് ഈസ്റ്റിവേഷൻ, ഹൈബർനേഷൻ, ഇവരുടെ രണ്ട് സ്ലീപ്പുകൾ എന്താണെന്നുള്ളത് അത് പഠിക്കുക. ഇവരുടെ ഫോർ ലിംബും ഹൈൻഡ് ലിംബും തമ്മിലുള്ള വ്യത്യാസം, അതായത് മുന്നിലുള്ള 2 കാല്, ബാക്കിലുള്ള 2 കാല്, അത് തമ്മിലുള്ള ഒരു സിംഗിൾ വ്യത്യാസമുണ്ട്, അത് പഠിക്കുക. അത്ര പഠിച്ചാൽ മതി, 3 പോയിന്റ്. പിന്നെ അനാട്ടമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ വ്യത്യസ്ത ഓർഗൻ സിസ്റ്റങ്ങളുണ്ട്, അതിൻ്റെ ബേസിക്സ് മാത്രം. NCERT ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ട്, യു ഡോണ്ട് നീഡ് ടു സ്റ്റഡി ദാറ്റ്, ബേസിക്സ് മാത്രം പഠിച്ചാൽ മതി. ഇതിൻ്റെ ലൈവുകളൊക്കെ നമ്മൾ നിങ്ങൾക്ക് തരാൻ പോവാണ്, പേടിക്കേണ്ട. ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, അതിൻ്റെ ഭയങ്കര ഡീറ്റെയിൽ ഒന്നും വേണ്ട, സ്ട്രക്ചറുകൾ മാത്രം. ഓരോ സിസ്റ്റത്തിൻ്റെയും സ്ട്രക്ചർ എന്താണ്, സിമ്പിളായിട്ടുള്ള ആ ഒരു ബേസിക് ഐഡിയ മാത്രം ഉണ്ടായാൽ മതി. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം, 4ാമത്തെ ചാപ്റ്റർ, ദാറ്റ് ഈസ് ബയോ മോളിക്യൂൾസ്. നോക്കൂ, ആനിമൽ കിങ്ഡം കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്ന ഒരു ചാപ്റ്ററാണ് ബേസിക്കലി ബയോമോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബട്ട് സ്റ്റിൽ വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. എന്നാൽ 5 മുതൽ 15 മാർക്കിന് നമുക്കിതിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. നോക്കൂ, ഇതിനകത്ത് നിങ്ങൾ പഠിക്കേണ്ട എങ്ങനെയാണെന്നറിയോ? ആദ്യം സ്ട്രക്ചർ ഓഫ് ഡിഫറെൻറ്റ് ബയോമോളിക്യൂൾസ്, ബയോ മൈക്രോ മോളിക്യൂൾസ്. നോക്കൂ, ബയോമോളിക്യൂൾസിനെ നമ്മൾ 2 ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ട്, ബയോ മൈക്രോ മോളിക്യൂൾസും ബയോ മാക്രോ മോളിക്യൂൾസും. അതിൽ ബയോ മൈക്രോ മോളിക്യൂൾ പഠിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെയോ മൊത്തം ഒന്നും പഠിക്കണ്ട. നിങ്ങൾ ആകെ പഠിക്കേണ്ടത് ജസ്റ്റ് ബി ഏബിൾ ടു ഐഡൻറ്റിഫൈ ദം. അതായത് ബയോ മൈക്രോ മോളിക്യൂളുകൾ തന്നിട്ടുള്ള ഒരു പിക്ചർ, ഐ മീൻ ഒരു പേജിൽ നിറയെ വ്യത്യസ്ത ബയോ മൈക്രോ മോളിക്യൂളുകളുള്ള ഒരു ഡയഗ്രം ഒരു പേജ്, അതിൽ നിറയെ ഡയഗ്രങ്ങൾ NCERTയിലുണ്ട്. ആ ഡയഗ്രങ്ങളിലെ ഓരോ ആളുകളെയും കണ്ടാൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയാൽ മതി. എന്നാൽ നോക്കൂ, അമിനോ ആസിഡ് എന്ന് പറയുന്ന ബയോ മൈക്രോ മോളിക്യൂളിനെ വരക്കാൻ പഠിക്കണം. ന്യൂക്ലിയോടൈഡ്, ഇതും എന്താന്നുള്ളത് ഏകദേശം വരക്കാൻ ഒരു ധാരണ വേണം. ന്യൂക്ലിയോടൈഡും അമിനോ ആസിഡും കുറച്ച് നന്നായിട്ട് വരക്കാൻ 3 വ്യത്യസ്ത തരം അമിനോ ആസിഡുകളുണ്ട്, അവരെ വരക്കാൻ പഠിക്കുക. ഇത് മാത്രം വരക്കാൻ അറിഞ്ഞാൽ മതി, ബാക്കിയൊക്കെ കണ്ടാൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയാൽ മതി. എന്താ, അതൊന്ന് കുറച്ച് തവണ നോക്കി ഇങ്ങനെ പോവുക, പരീക്ഷയ്ക്ക് നേരെ പോയിട്ട് അത് ആരാന്ന് കണ്ടാൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയാൽ മതി. ഏറ്റവും മിനിമം കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇനി ബയോ മാക്രോ മോളിക്യൂൾസ്, അടുത്തതിലേക്ക് വരാം. ബയോ മാക്രോ മോളിക്യൂൾസ്, അതിൽ പോളിസാക്കറൈഡ്, പ്രോട്ടീന്, ലിപ്പിഡ്സ്, ന്യൂക്ലിക് ആസിഡ്സ്, ഇങ്ങനെ 4 ബയോ മാക്രോ മോളിക്യൂൾസ് ആണ് ജീവികളിൽ കാണാൻ പറ്റുക. അതിൽ പോളിസാക്കറൈഡ്സ് എന്താണെന്ന് ഒന്നും പഠിക്കേണ്ട, എക്സാമ്പിൾസ് മാത്രം പഠിച്ചാൽ മതി. അതിൻ്റെ 4 എക്സാമ്പിൾ NCERTയിലുണ്ട്, എക്സാമ്പിൾ മാത്രം, ആ പേരുകൾ മാത്രം പഠിച്ചാൽ മതി. ഇനി അടുത്തതാണ് പ്രോട്ടീന്. പ്രോട്ടീന് നിങ്ങൾ പഠിക്കുമ്പോൾ പ്രോട്ടീനിന് 4 തരം സ്ട്രക്ചർ ഉണ്ട്. പ്രൈമറി സ്ട്രക്ചർ, സെക്കൻഡറി സ്ട്രക്ചർ, ടേർഷ്യറി സ്ട്രക്ചർ ആൻഡ് ക്വാർട്ടർണറി സ്ട്രക്ചർ. 4 സ്ട്രക്ചറും എന്താണെന്ന് ഏറ്റവും മിനിമം ബേസിക് ആയിട്ട് എന്താണെന്നെങ്കിലും നിങ്ങൾ അറിയണം. പിന്നെ പ്രോട്ടീൻ ഫംഗ്ഷൻ NCERTയിലെ ടേബിൾ 9.5 മസ്റ്റായിട്ട് നിങ്ങൾ പഠിക്കണം. ദെൻ അബണ്ടൻസ്, ലോകത്ത് ഏറ്റവും കൂടുതലുള്ള പ്രോട്ടീൻ ഏതാണ്, ആൻഡ് ആനിമൽസിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതലുള്ള പ്രോട്ടീൻ ഏതാണ്, ഇത്തരത്തിലുള്ള ചോദ്യം മസ്റ്റായിട്ട് വരും, 1 മാർക്ക് ചോദ്യങ്ങളായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കൂട്ടത്തിൽ പ്രോട്ടീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിയൊന്നും പഠിച്ചില്ലെങ്കിലും യു ഷുഡ് സ്റ്റഡി പ്രോട്ടീൻസ് കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. അടുത്ത് നമ്മൾ ലിപ്പിഡ്സിലേക്കാണ് പോകുന്നത്. ലിപ്പിഡ്സിൻ്റെ സ്ട്രക്ചർ, ഞാൻ ഈ പറഞ്ഞ പേജ് ഉണ്ടല്ലോ, ഇതൊക്കെ കൊടുത്തിട്ടുള്ള പേജ്, ആ പേജിൽ ലിപ്പിഡിൻ്റെ സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ നോക്കി ലിപ്പിഡ് കണ്ടാൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയാൽ മതി. ദെൻ ന്യൂക്ലിക് ആസിഡ്സ്, നമ്മുടെ ബോഡി 2 തരം ന്യൂക്ലിക് ആസിഡ്സ് ആണുള്ളത്, DNA-യും RNA-യും. ഓക്കെ, ജസ്റ്റ് ഈ ഒരു കാര്യം അറിഞ്ഞാൽ തന്നെ മതി, ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായാൽ മതി. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് പ്രൈമറി ആൻഡ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. നമ്മുടെ ബോഡിയിലുള്ള 2 തരം ബയോമോളിക്യൂൾസ് ആണ്, പ്രൈമറി മെറ്റബോളൈറ്റ്സ്, സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. അവർ തമ്മിലുള്ള വ്യത്യാസം, അവരുടെ ഏതെങ്കിലും 2 എക്സാമ്പിൾസ് അത്ര അറിഞ്ഞാൽ മതി. ഓക്കെ, വൃത്തിക്ക് നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചാണ്. ആൻഡ് ഗൈസ്, ദ ഫൈനൽ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, നിങ്ങൾക്ക് ഒന്നും സ്കിപ്പ് ചെയ്യാനില്ല. ഈ ചാപ്റ്ററിൽ ഒന്നും പഠിച്ചില്ലെങ്കിലും, ഈ ചാപ്റ്ററിൽ ഒരു കാര്യവും പഠിക്കാതെ പോവുകയാണെങ്കിലും പരീക്ഷയ്ക്ക് നിങ്ങൾ പഠിക്കേണ്ട ഒരൊറ്റ ടോപ്പിക് ഏതാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് എൻസൈംസ്. മുഴുവൻ പഠിക്കണം. ഓക്കെ, എൻസൈമിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ NCERTയിലുണ്ട്. എവറിഥിങ്, എൻസൈം എന്താണ്, എൻസൈം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എൻസൈമിൻ്റെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈമിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, എൻസൈമിൻ്റെ കൂടെ വരുന്ന കോഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, എൻസൈമിൻ്റെ ക്ലാസിഫിക്കേഷൻ, എവറിഥിങ് അബൌട്ട് എൻസൈം അറിയാതെ സ്കൂളിൽ നിന്നല്ല, സ്കൂളിൻ്റെ അടുത്തുള്ള കടയിൽ മുട്ടായി വാങ്ങാൻ പോലും നിങ്ങൾ പോകരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ദാറ്റ്സ് സോ ഇമ്പോർട്ടൻറ്റ്.
സോ അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ പോവാണ്. ദാറ്റ് ഈസ് ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. എ വെരി സിമ്പിൾ ചാപ്റ്റർ, വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ആൻഡ് 1 മുതൽ 6 മാർക്കിന് ഇവിടെ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. നമുക്ക് നോക്കാം. ഇതിനകത്ത് ആദ്യ ഭാഗത്ത് വരുന്നത് സ്ട്രക്ചർ ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം. റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറാണ്. അത് നിങ്ങൾ മൊത്തം ഒന്നും പഠിക്കണമെന്നില്ല. അവിടെ പ്ലൂര എന്താണ്, നമ്മളെ എങ്ങനെ കവർ ചെയ്യുന്ന ഒരു കവറിങ് ആണ് പ്ലൂര. അത് നിങ്ങളൊന്ന് അറിയണം. എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്ന ഒരാളുണ്ട്, അയാളെക്കുറിച്ചുള്ള കോൺസെപ്റ്റും അയാളുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾ അറിയണം. പിന്നെ മസ്റ്റായിട്ട് അറിയേണ്ട ഒരു കാര്യമാണ് മെക്കാനിസം ഓഫ് ഇൻസ്പിരേഷൻ ആൻഡ് എക്സ്പിരേഷൻ. ഇൻസ്പിരേഷൻ്റെയും എക്സ്പിരേഷൻ്റെയും മെക്കാനിസം എങ്ങനെയാണ് നടക്കുന്നത് മസ്റ്റാണ്. പഠിക്കാതെ സ്കൂളിൻ്റെ അടുത്ത കടയിൽ മുട്ടായി വാങ്ങാൻ പോലും പോകരുത്. മനസ്സിലായല്ലോ. അടുത്തത് നമ്മൾ പഠിക്കുന്നതാണ് റെസ്പിറേറ്ററി വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസ്. ഇതൊരു വലിയ പോർഷനാണ്. കുറേ അധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നിയാൽ, അതായത് കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. എത്രയൊക്കെ നിങ്ങൾ പഠിച്ചാലും 2 മാർക്കിനാണ് ഇവിടുന്ന് ചോദ്യം വരിക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും സമയമില്ലാതെ നിങ്ങൾ ഒരു 2 മാർക്ക് വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. കാരണം കുറച്ച് അധികം പഠിക്കാനുണ്ട്. എന്നിട്ട് 2 മാർക്കിനെ ചോദിക്കാറുള്ളൂ. അത് എനിക്കൊരു സങ്കടമുണ്ട് വ്യക്തിപരമായിട്ട്. ഒരു 4 മാർക്കിനെങ്കിലും ചോദിക്കേണ്ടതാണ്. സാധാരണ 2 മാർക്കിനെ ചോദിക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പഠിക്കണം തന്നെയാണ് ഞാൻ പറയുന്നത്. ബട്ട് സ്റ്റിൽ ഒരു 2 മാർക്ക് നിങ്ങൾക്ക് വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ ദാറ്റ്സ് അപ് ടു യു. ഓക്കെ, ദെൻ നോക്കൂ, അടുത്തത് നമ്മൾ നോക്കുന്നത് ഗ്യാസ് എക്സ്ചേഞ്ച് ആണ്. നമ്മുടെ ആൽവിയോളസിൽ നിന്ന് ബ്ലഡിലേക്ക് എങ്ങനെയാണ് ഓക്സിജൻ പോകുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിൽ നിന്ന് തിരിച്ചെങ്ങനെയാണ് വരുന്നത്, ദാറ്റ് ഈസ് ഗ്യാസ് എക്സ്ചേഞ്ച്. അതിൻ്റെ പിന്നിലുള്ള പ്രിൻസിപ്പിൾ എന്താണ് നമ്മളോട് ചോദിക്കും. അവിടെ പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസ്, ഇതിൻ്റെ റോൾ എന്താണെന്ന് ചോദിക്കും. ഈ 2 കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് അറിയണം. അടുത്താണ് ഓക്സിജൻ ട്രാൻസ്പോർട്ട്. നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ് ബ്ലഡിലൂടെ ഓക്സിജൻ്റെ ട്രാൻസ്പോർട്ട് നടക്കുന്നത്, ഏതൊക്കെ രീതിയിൽ നടക്കുന്നുള്ളതാണിത്, മെത്തേഡ്. അതുപോലെ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ആൻഡ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ്. ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ തവണ ചോദ്യം ചോദിച്ച സാധനം ഇതാണ്, ODC, ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ആൻഡ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇറ്റ്. ക്ലിയർ ആണല്ലോ. അടുത്തത് കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട്. ഏതൊക്കെ മെത്തേഡുകൾ, ഏതൊക്കെ രീതിയിൽ നടക്കും, എങ്ങനെയാണ് ബൈകാർബണേറ്റ് അയോൺ ഉണ്ടാകുന്നത്. ഇത് 2 നിങ്ങൾ ആ മെത്തേഡിൻ്റെ പേര് മാത്രം ആൻഡ് ബൈകാർബണേറ്റ് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്നുള്ളത് അറിയണം. ക്ലിയർ അല്ലേ. പിന്നെ ഡിസോർഡേഴ്സ്, 3 ഡിസോർഡേഴ്സേ ഉള്ളൂ. മസ്റ്റായിട്ട് ആ 3 നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആൻഡ് നൗ വി ആർ ഗോയിങ് ടു അനദർ ചാപ്റ്റർ, ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ. ഇതൊരു വലിയ ചാപ്റ്ററാണ്, കുറേ അധികം കാര്യങ്ങളുണ്ട്. ബട്ട് സ്റ്റിൽ നോക്കൂ, ബ്ലഡ് കോമ്പോസിഷൻ, ബ്ലഡിൽ എന്തൊക്കെ ഘടകങ്ങളാണുള്ളത് എന്നാണ് ആദ്യം പഠിക്കാനുള്ളത്. അത് മൊത്തം പഠിക്കണം, ഒന്നും സ്കിപ്പ് ചെയ്യാനില്ല കേട്ടോ. അതിൽ തന്നെ നിങ്ങൾക്ക് ഒന്നിനും സമയമില്ലെങ്കിൽ WBCയെ കുറിച്ച്, വൈറ്റ് ബ്ലഡ് സെല്ലിനെ കുറിച്ച് മുഴുവൻ കാര്യങ്ങളും അറിയണം. അതാണ് ഞാൻ സ്റ്റാർ ഇട്ട് വെച്ചിട്ടുള്ളത്. രണ്ടാമത് നമ്മൾ പഠിക്കുന്നത് ബ്ലഡ് ഗ്രൂപ്പിംഗ് ആണ്. എങ്ങനെയാണ് നമ്മൾ ബ്ലഡിനെ ഗ്രൂപ്പ് ചെയ്യുക, ബ്ലഡ് കോമ്പാറ്റിബിലിറ്റി, അതായത് A ഗ്രൂപ്പ് Bക്ക് കൊടുക്കാൻ പറ്റുമോ, B Aക്ക് കൊടുക്കാൻ പറ്റുമോ, ഇത്തരം കാര്യമാണ് കോമ്പാറ്റിബിലിറ്റി ആൻഡ് മിസ്മാച്ചിങ്. ഇൻ കേസ് ഗ്രൂപ്പ് മാറിക്കൊടുത്താൽ എന്താ ഉണ്ടാവുക, ഇത് എപ്പോഴും ചോദ്യം ചോദിക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മൾ ആ ചാപ്റ്ററിൽ എത്ര ടോപ്പിക് ഉണ്ട് എന്നല്ല പറയുന്നത്, ആ ചാപ്റ്ററിൽ ഏറ്റവും ചോദ്യം ചോദിക്കുന്ന ടോപ്പിക്സ് മാത്രമാണ്. അടുത്ത കുട്ടിയുള്ള ബ്ലഡ് ക്ലോട്ടിങ്. ബ്ലഡ് ക്ലോട്ടിങ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. കാരണം 3 മാർക്കിനാണ് ഇത് എപ്പോഴും ചോദിക്കാറ്. ഇതും 3 മാർക്കിനാണ് ചോദിക്കാറ്. ഇത് 2 to 3 മാർക്കിന് ഇതിൽ നിന്നും ചോദ്യം വരും. ക്ലിയർ ആണല്ലോ. അടുത്തത് ലിംഫ് എന്താണ്, ലിംഫിൻ്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്, 2 മാർക്ക് ചോദ്യമാണ്. പിന്നെ നമ്മൾ പഠിക്കുന്നത് ഹാർട്ടിനെ കുറിച്ചാണ്. ഹാർട്ടിൻ്റെ സ്ട്രക്ചർ മൊത്തം പഠിച്ചാൽ നല്ലതാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ തവണ ചോദ്യം ചോദിച്ചു കണ്ടുള്ളത് എന്താണ് പെരിക്കാർഡിയം എന്നാണ്. ഹാർട്ടിനെ കവർ ചെയ്യുന്ന കവറിങ് ആണ്. ഹാർട്ടിലെ വാൾവുകൾ ചോദിക്കും. ഇനി ഇതൊന്നും പഠിക്കാൻ സമയം കിട്ടിയില്ലെങ്കിലും മസ്റ്റായിട്ട് നോഡൽ ടിഷ്യൂ. എന്താണ് നോഡൽ ടിഷ്യൂ, എങ്ങനെയാണ് നോഡൽ ടിഷ്യൂവിനെ ഹാർട്ടിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായി പഠിക്കണം. 2 to 3 മാർക്കിന് ചോദ്യം വരും. ക്ലിയർ അല്ലേ. അവിടെ നോക്കൂ, പേസ് മേക്കർ എന്താണ്, നോഡൽ ടിഷ്യൂവിലെ ഒരു ഭാഗമാണ് പേസ് മേക്കർ. അത് ആരാണ്, എന്തുകൊണ്ട് അയാൾ അങ്ങനെ വിളിക്കുന്നത്, എന്തുകൊണ്ടാണ് ഹാർട്ടിനെ മയോജനിക് ഹാർട്ട് എന്ന് വിളിക്കുന്നത്, ഇതെല്ലാം നോഡൽ ടിഷ്യൂ എന്ന് പറയുന്ന കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. ഇത് മാത്രം പഠിച്ചാൽ മതി. അടുത്തത് കാർഡിയാക് സൈക്കിൾ. ഹാർട്ടിൽ നടക്കുന്ന പരിപാടിൻ്റെ പേരാണ് കാർഡിയാക് സൈക്കിൾ. അതിൻ്റെ ഫേസുകൾ ഏതൊക്കെയാണ്, അത് പേര് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. പിന്നെ ഹാർട്ട് സൗണ്ടുകൾ ഏതൊക്കെയാണ്, ആദ്യത്തെ സൗണ്ട് ഏത്, രണ്ടാമത്തെ സൗണ്ട് ഏത്, ആ സൗണ്ട് ഉണ്ടാവാനുള്ള കാരണം എന്താണ്, സ്ട്രോക്ക് വോളിയം എന്താണ്, കാർഡിയാക് ഔട്ട്പുട്ട് എന്താണ്. ജസ്റ്റ് എന്താണെന്ന് സിമ്പിളായിട്ടൊരു 2 മണിക്കൂർ പോലും സമയം എടുക്കൂല ഇത് പഠിച്ച് തീരാൻ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ. അടുത്തത് ECG, എവറിത്തിങ് അബൌട്ട് ECG കേട്ടോ. ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ തവണ ചോദ്യം ചോദിച്ച ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് സിംപ്ലി ECG ആണ്. പിന്നെ നിങ്ങൾ പഠിക്കുന്നത് ഡിസോർഡേഴ്സ് ആണ്. ഡിസോർഡേഴ്സിൽ ഒരുപാട് ഡിസോർഡേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡിസോർഡേഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ, ഡിസോർഡർ രോഗം ഏതാണെന്ന് ചോദിച്ചാൽ ഹൈപ്പർ ടെൻഷൻ. ഓക്കെ, ഹൈ പ്രഷറുള്ള അവസ്ഥയാണ്. അപ്പോൾ എന്താണ് ഹൈപ്പർ ടെൻഷൻ എന്ന് ചോദിക്കും, അതുണ്ടായാലുള്ള പ്രശ്നം എന്താണെന്നുള്ളത് നമ്മളോട് ചോദിക്കും. ആൻഡ് ഗൈസ്, ഇനി 2 ചാപ്റ്റേഴ്സ് കൂടെ പറയാനുള്ളൂ. 7ാമത്തെ നമ്മുടെ ചാപ്റ്ററാണ് എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ. നമുക്കൊരു 3 മാർക്കാണ് സാധാരണ ഇതിൽ നിന്ന് ക്രിസ്മസ് എക്സാമിന് ചോദ്യം ചോദിച്ച് കണ്ടിട്ടുള്ളത്. നോക്കൂ, ഇവിടെ എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സ് ഇൻ ആനിമൽ കിങ്ഡം. ആനിമൽ കിങ്ഡത്തിലെ വ്യത്യസ്ത ജീവികളുടെ എക്സ്ക്രീറ്ററി സ്ട്രക്ചർ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് നമ്മളോട് ചോദിക്കും.
അതുപോലെ തന്നെ എക്സ്ക്രീറ്ററി വേസ്റ്റ് ഇൻ ആനിമൽ കിങ്ഡം. ആനിമൽ കിങ്ഡത്തിലെ വ്യത്യസ്ത ജീവികളുടെ എക്സ്ക്രീറ്ററി വേസ്റ്റ് എന്തൊക്കെയാണെന്നുള്ളത് അതിൻ്റെ എക്സാമ്പിളുകൾ വെച്ച് ചേരുംപടി ചേർക്കാനോ അല്ലെങ്കിൽ ഫിൽ ദ ബ്ലാങ്ക് ആയിട്ടോ ഒക്കെ നമ്മളോട് മാച്ച് ദ ഫോളോയിങ് അല്ലെങ്കിൽ ഫിൽ ദ ബ്ലാങ്ക് ഓക്കെ ഡാഷ് ഇട്ടിട്ട് ഫിൽ ചെയ്യാൻ പറഞ്ഞിട്ടോ തരും. അതുപോലെ തന്നെ ടെറസ്ട്രിയൽ അഡാപ്റ്റേഷൻ ഇൻ എക്സ്ക്രീഷൻ, അതായത് കരയിലുള്ള ജീവികൾക്ക് യൂറിക് ആസിഡ് ഈ രണ്ടെണ്ണമാണ് വേസ്റ്റ് ആയിട്ടുള്ളത്. അതിനുള്ള കാരണം എന്താണെന്നുള്ളത് നമ്മളോട് ചോദിക്കും ഒരു 1 മാർക്ക് ഓർ 2 മാർക്ക് ചോദ്യമായിട്ട്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് നെഫ്രോണിൻ്റെ സ്ട്രക്ചറാണ്. കിഡ്നിയുടെ മൊത്തം സ്ട്രക്ചറൊക്കെ പഠിക്കാനുണ്ടെങ്കിലും ഇത് ചോദിക്കാറില്ല. നെഫ്രോണിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഇങ്ങനെ നെഫ്രോണിൻ്റെ ഭാഗങ്ങൾ ബേസിക് ആയിട്ട് ആ പേര് നിങ്ങളോട് എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചിലപ്പോൾ ചിത്രം തന്ന് ചോദിക്കും. അടുത്തത് GFR, എന്താണ് GFR എന്നും അതിൻ്റെ ഫുൾ ഫോം എന്നും അതിൻ്റെ വാല്യൂ എന്താണെന്നും ചോദിക്കും. അടുത്തത് റീ അബ്സോർപ്ഷൻ എന്ന് പറയുന്ന ഭാഗമാണ്. ഇവിടെ നമ്മളോട് സാധാരണ ചോദിക്കുക നോക്കൂ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് റീ അബ്സോർപ്ഷൻ ഇൻ യൂറിൻ ഫോർമേഷൻ. യൂറിൻ ഉണ്ടാവുന്നതിൽ റീ അബ്സോർപ്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൻ്റെ സിഗ്നിഫിക്കൻസ് ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് ഇവിടെ നമ്മളോട് ചോദിക്കാറ്. ഇത് സ്ഥിരം ചോദ്യമാണ്, വളരെ സിമ്പിളായിട്ട് 1 വേർഡാണ്, ഒരു സിംഗിൾ ലൈനാണ് ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. അടുത്ത നിങ്ങൾ പഠിക്കുന്നതാണ് കൗണ്ടർ കറണ്ട് സിസ്റ്റം. ഇത് വളരെ റെയറായിട്ട് ചോദിക്കാറുള്ള ഒരു 2 മാർക്ക് ചോദ്യമാണ്. എങ്ങനെയാണ് യൂറിൻ കോൺസെൻട്രേറ്റഡ് ആവുന്നത് എന്ന മെക്കാനിസമാണിത്. പിന്നെ നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കേണ്ടതാണ് കംപ്ലീറ്റ് റെഗുലേഷൻ ഓഫ് കിഡ്നി ഫംഗ്ഷൻ. കിഡ്നിയുടെ ഫംഗ്ഷൻ എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നതെന്ന് ഒന്നും പഠിക്കാൻ സമയമില്ലെങ്കിലും ഇത് പഠിച്ചിട്ടേ പോകാവൂ. ഇത് പഠിക്കണം ആൻഡ് ദിസ് 2, ഇത് രണ്ടും. ഒന്നും പഠിക്കാൻ സമയമില്ലെങ്കിലും ഇതേണ്ട എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സ്, എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ്, റെഗുലേഷൻ ഓഫ് കിഡ്നി ഫംഗ്ഷൻ, ഈ 3 ടോപ്പിക്സ് സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. ഇത് കുറച്ച് സമയം എടുക്കും. എനിക്ക് തോന്നുന്നു ഒരു 1 അവർ നിങ്ങൾ എന്തായാലും സ്പെൻഡ് ചെയ്യേണ്ടി വരും ഇത് ആദ്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ. പക്ഷെ വളരെ ഈസി ആയിട്ടുള്ള ഒരു പോർഷൻ തന്നെയാണ്. ആൻഡ് ഫൈനലി ഡിസോർഡേഴ്സ്, മാച്ച് ദ ഫോളോയിങ്ങിൽ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ ഡിസോർഡേഴ്സ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി അവസാനത്തെ ചാപ്റ്ററിലേക്ക് വന്ന ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻ്റ് ആണ്. ഇതിനകത്ത് 3 മുതൽ 5 മാർക്കിന് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. 3 മുതൽ 5 മാർക്കിന് വളരെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നോക്കൂ, ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ് ആൻഡ് സെൽസ്, അതായത് നമ്മുടെ ബോഡിയിലെ വ്യത്യസ്ത സെല്ലുകൾ പലതരം മൂവ്മെൻ്റ് ആണ് കാണിക്കുക. അപ്പോൾ ആ സെല്ലുകൾ ഏതൊക്കെയാണെന്നും അവർ കാണിക്കുന്ന മൂവ്മെൻറ്റ് ഏതാണെന്നും നിങ്ങളോട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അടുത്തത് നമ്മുടെ മസിലിനകത്ത് സാർക്കോമിയർ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെ ഡയഗ്രം NCERT-യിലുണ്ട്. അപ്പോൾ ആ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയണം കേട്ടോ. അതിൻ്റെ ഓരോ ഭാഗങ്ങളും എന്താണെന്നുള്ളത് നിങ്ങളോട് ചോദിക്കും. ഇനി അടുത്താണ് സ്ട്രക്ചർ ഓഫ് ആക്റ്റിൻ ആൻഡ് മയോസിൻ. നമ്മുടെ മസിലിലുള്ള 2 തരം പ്രോട്ടീനാണ് ആക്റ്റിനും മയോസിനും. അവരുടെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ആ സ്ട്രക്ചർ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറയും, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് പല രീതിയിൽ ചോദ്യം വരാറുണ്ട്. അടുത്താണ് കുട്ടികളെ സ്റ്റെപ്സ് ഇൻ മസിൽ കൺട്രാക്ഷൻ. മസിൽ കൺട്രാക്ഷനിലെ സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ്. ഇത് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കണ്ട. നമുക്ക് തലച്ചോറിൽ നിന്ന് സിഗ്നൽ വരുന്നു, അപ്പോൾ നമ്മുടെ ന്യൂറോണിൽ നിന്ന് അസറ്റൈൽ കോളിൻ റിലീസ് ആകുന്നു, മസിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാകുന്നു, മസിലിൽ കാൽഷ്യം റിലീസ് ചെയ്യപ്പെടുന്നു, കാൽഷ്യം റിലീസ് ചെയ്യപ്പെട്ടാൽ മസിൽ അൺമാസ്കിങ് നടക്കുന്നു. ഇങ്ങനത്തെ ഒരു 4 പോയിന്റ് അത്രയേ ഉള്ളൂ. ആ സ്റ്റെപ്പ് എപ്പോഴും ഒരു 2 മാർക്ക് ചോദ്യമാണ്. അടുത്തത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന മറ്റൊരു ഏരിയ ആണ് റെഡ് ആൻഡ് വൈറ്റ് ഫൈബേഴ്സ് തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ ബോഡിയിലെ 2 തരം മസിലുകളാണ്, റെഡ് മസിൽസും വൈറ്റ് മസിൽസും അവർ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സോളജി പോർഷനിൽ നിന്ന് മുഴുവൻ മാർക്ക് ഈ എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റും. സോ ഗൈസ്, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെ ചെയ്തൊരു വീഡിയോ ആണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഗൈസ്, നമുക്ക് തിരിച്ചു തരാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പരമാവധി ലൈക്ക് ചെയ്യുക, നല്ല കമൻസൊക്കെ ഇടുക, നമ്മളെ കുറച്ചുകൂടെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. സോ അത് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാമിന് മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ. പഠിച്ചു തുടങ്ങാത്ത ഒന്നും ഒരു മാറ്റർ അല്ല. വി ഗോട്ട് ഇനഫ് ടൈം. നമുക്ക് ഇനി ഒരുപാട് സമയമുണ്ട്. നമുക്ക് നല്ല മാർക്ക് ക്രിസ്മസ് എക്സാമിന് മാത്രം സ്കോർ ചെയ്താൽ പോരാ, അത് കഴിഞ്ഞ് ബോർഡ് എക്സാമിനും നമ്മളെല്ലാം അടിച്ചുപൊളിയും വേണടാ. ഓക്കെ, ഐ ആം വിത്ത് യു. അടിച്ചുപൊളിയൊക്കെ ഞാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം അടിച്ചുപൊളി മാത്രമായി പോകരുത്. വി ഷുഡ് സ്റ്റഡി. നമ്മൾ നല്ല മാർക്കിൽ എത്തിപ്പെടണം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ലവ് യു ഓൾ. ബൈ.